ഇസ്രയേലിലെ അഷ്കലോണിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മലയാളി യുവതി കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ. ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. പുണ്യമാസം അവസാനിക്കാൻ ദിവസങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെയാണ് പാലസ്തീൻ ഭീകരർ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മലയാളി യുവതി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേരളത്തെ കൂടി ബാധിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ കൂടി കണ്ണീരാവുകയാണ്. പലസ്തീൻ ഭീകരർ നടത്തിയ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം ഇത്തരത്തിൽ പലസ്തീൻ ഭീകരരിൽ നിന്ന് ഒരു കണ്ണീരിൽ കുതിർന്ന ഞടുക്കുന്ന വാർത്ത കേരളത്തിന് മുമ്പൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അടിമാലി കീരിത്തോട് കാഞ്ഞിരത്താനം സ്വദേശി സൗമ്യ സന്തോഷ് കൊലപ്പെട്ട് അതിനുശേഷം ആശുപത്രിയിൽ വന്നപ്പോൾ അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ അവർക്ക് കാണിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സനോജ് എന്നയാളും മറ്റ് 1-2 മലയാളികളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മൃതശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. സൗമ്യയുടെ മൃതശരീരം കാണിക്കുവാൻ വീഡിയോ വേണമെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അത് ഒരിക്കലും കാണാൻ പാടില്ല. ആ ദൃശ്യങ്ങൾ ആരും കാണരുത്. അത്രമാത്രം സൗമ്യയുടെ ശരീരത്തിൽ ക്ഷതങ്ങളും മുറിവുകളുമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഈ പുണ്യമാസത്തിന്റെ അവസാന നാളിൽ തന്നെ ഭീകരർ, പാലസ്തീൻ ഭീകരർ ഇസ്രായേൽ എന്ന ലോകത്തിലെ അതിശക്തമായിട്ടുള്ള രാജ്യത്തിനെതിരെ ഒരു ബോംബാക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ നടത്തിയപ്പോൾ ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നിനി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേൽ ലോകത്തിലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഭൂപ്രദേശത്തിൽ ചെറിയ രാജ്യം എങ്കിലും ആയുധങ്ങളിലും മിലിറ്ററി വിന്യാസത്തിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമസേനയും ലോകത്ത് വളരെ പ്രസിദ്ധമാണ്. ചെറിയ രാജ്യമാണെങ്കിലും ലോകമാകെ ആയുധങ്ങൾ വിറ്റ് ജീവിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തോടാണ് പലസ്തീൻ ഭീകരർ ഒളിയുദ്ധം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹമാസ് നടത്തിയിരിക്കുന്ന ഒളിയുദ്ധം അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ പുണ്യമാസത്തിൻ്റെ അവസാന നാളുകളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. ഹമാസ് ലോകത്തെ നിരവധി രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും തന്നെ നിരോധിച്ച ഭീകര സംഘടനയാണ്. പക്ഷേ ഈ ഹമാസിന് വേണ്ടി മുമ്പ് എഡിറ്റോറിയൽ വരെ ഇറക്കിയ കേരളത്തിലെ ഒരു മലയാള മാധ്യമം ഉണ്ട്. അത്രമാത്രം ഈ ഭീകര ആക്രമണത്തെയും അല്ലെങ്കിൽ ഈ ഭീകരമായിട്ടുള്ള ഈ സംഘടനയെയും കേരളത്തിൽ അനുകൂലിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കട്ടെ. അത്തരം ഹമാസിനെ അനുകൂലിക്കുന്ന മലയാള മാധ്യമത്തിൻ്റെ പോലും കണ്ണു തുറപ്പിക്കട്ടെ ഈ മലയാളി സഹോദരി സൗമ്യ സന്തോഷ് പലസ്തീൻ ഭീകരരുടെ അക്രമത്തിൽ കൊലപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലസ്തീൻ ഭീകരർക്ക് പരസ്യമായ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഉണ്ട്. അവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കട്ടെ ഈ സഹോദരിയുടെ മരണം. പലസ്തീൻ ഭീകരർ അത് ലോകത്തിലെ പല രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും തന്നെ ഹമാസിനെ നിരോധിച്ചതാണ്. അത് ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതാണ്. ആ ഭീകര സംഘടനയ്ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ കൊടുക്കുന്നവർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കണ്ണു തുറക്കട്ടെ ഈ സഹോദരിയുടെ മരണത്തിൽ. എന്താണെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ, ഒരുപക്ഷെ ഈ രാത്രിയിൽ തന്നെ ഇതിൻ്റെ തിരിച്ചടികൾ ഉണ്ടായേക്കാം. റമദാൻ മാസം അവസാനിക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ ഒരുപക്ഷെ ലോകം ഇനി എന്തിനാണ് കാതോർക്കുന്നത്, അതും ഈ കോവിഡ് കാലത്ത് എന്നൊക്കെ ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. സൗമ്യ ഇസ്രയേലിൽ കെയർടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ യുവതിയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിൽ നിന്ന് പലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് ഹമാസ്. ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന ഹറകത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന അറബി വാക്കിന്റെ ചുരുക്കെഴുത്താണ് ഹമാസ്. ഇസ്രയേലിന്റെ അധിനിവേശത്തിൽ നിന്നും പലസ്തീൻ രാജ്യം മോചിപ്പിച്ച് 1948 അതിർത്തികളോടെ സ്വതന്ത്ര രാജ്യമാക്കുക എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ സഖ്യരാജ്യങ്ങളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ സംഘടനയെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിൽ കഴിയുന്ന മലയാളികളെല്ലാം ഇപ്പോൾ ഭീതിയിലാണ്. ഒരുപാട് മലയാളി കുടുംബങ്ങൾ ഇവിടെ പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരോടും കരുതലോടെ ഇരിക്കാൻ ഇപ്പോൾ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ്.